ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്കേർട്ട് ചെയ്തെടുക്കാനാണ്. നമ്മളിപ്പോൾ ഇത് 6 to 1 year വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് അളവിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മളിത് ഒരു സ്ട്രാപ്പൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്കേർട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്ട്രാപ്പ് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വെറും സ്കേർട്ട് മാത്രം ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മാജിക് നീഡിൽസ് എന്ന് വാങ്ങിച്ചിട്ടുള്ള കോട്ടൺ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ 4-play സോഫ്റ്റ് യാണാണ്. കോട്ടൺ യാണാണ് വാങ്ങിച്ചിട്ടുള്ളത്. 2.5 mm സെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു 10 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. അപ്പം നമ്മൾ ഒരു ബെൽറ്റ് ഒരു സ്ട്രാപ്പ് പോലെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിതാ ഇതേപോലെ നമ്മളൊരു സ്ട്രാപ്പ് പോലെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടത്. ഇതൊരു 3 to 6 months ബേബിക്ക് ആയതുകൊണ്ടാണ് ഈ ഒരു 10 ചെയിൻ സ്റ്റിച്ച് ഇട്ടത്. നിങ്ങൾ അതിലും ഒരു 1 year ഒക്കെ ആണെങ്കിൽ 12 or 13 ചെയിൻ സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, ഈ ഒരു ഭാഗം ഇങ്ങനെയുള്ള ലെങ്ത്ത് എത്രയാണോ വേണ്ടത്, വിടുത്തല്ല ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഞാനിവിടെ 10 എണ്ണം ഇട്ടു. അതിന് ശേഷം നമുക്ക് ഈ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 10 ചെയിൻ സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു ലാസ്റ്റ് എത്തുമ്പോൾ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 9 ചെയിൻ സ്റ്റിച്ചാണ് കിട്ടുക. അപ്പോൾ ആ ഒരു രീതിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു 15 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 14 ചെയിൻ സ്റ്റിച്ചാണ് ഉണ്ടാവുക. പിന്നെ നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യാവും നല്ലത്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു എടുക്കുന്ന യാണോ അതുപോലെ തന്നെ എടുക്കുന്ന ഹുക്കിൻ്റെ സൈസും ഒക്കെ ഡിഫറൻസ് ആകുമ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചിലപ്പോൾ കൗണ്ട് ചെയ്താൽ കറക്റ്റ് ആവില്ല. ഇപ്പോൾ ഞാനൊന്ന് മെഷർമെൻറ്റിൽ കാണിച്ചു തരാം. അപ്പോൾ മെഷർമെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തപ്പോൾ 2 ഇഞ്ചാണ് എനിക്ക് മെഷർമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ഇപ്പോൾ 3 ഇഞ്ചാണ് വേണമെങ്കിൽ ആ 3 ഇഞ്ചിലും നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലരെ ഇത് ഡിഫറൻസ് ആവും. അപ്പോൾ അതിനോണ്ടാണ് ഈ ഒരു ഇഞ്ചസിൻ്റെ കണക്ക് പറയുന്നത്. ഈ ഒരു സ്ട്രാപ്പിൻ്റെ വിടുത്ത് ഇത് ലെങ്ത്ത് അല്ല, നമുക്ക് ലെങ്ത്താണ് നോക്കുന്നത്, വിടുത്തല്ല കേട്ടോ. ഈ ഇറക്കാണ് നോക്കുന്നത്. ഇറക്കം എത്രയാണോ വേണ്ടത്, അപ്പോൾ സ്ട്രാപ്പിന് എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 ഇഞ്ചാണ് ഇവിടെ അതിൻ്റെ ഇറക്കം വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ താഴത്തേക്കാണ് നമ്മൾ ഇറക്കം എടുക്കുക, സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്തും കൂടി ഇതിന് ആഡ് ചെയ്യുന്നതുകൊണ്ട് 2 ഇഞ്ചും പിന്നെ നമുക്ക് 20 15 ഇഞ്ച് 12 ഇഞ്ച് ഒക്കെ ആണെങ്കിൽ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ അതിൽ ഈ ഒരു 2 ഇഞ്ച് ആഡായി പോകും കേട്ടോ. അപ്പോൾ 10 ഇഞ്ച് ബാക്കിയുള്ളത് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇതവിടെ ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്നുണ്ടല്ലോ. അത് ചെയിൻ സ്റ്റിച്ച് കാണുന്നുണ്ടല്ലേ, 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇവിടെ 9 ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ കാണുന്നുണ്ട്. ഈ ഒരു ഫിംഗറിൻ്റെ ഭാഗത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തുള്ള ലൂപ്പിനെ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്നും ബാക്ക് സൈഡിലേക്ക് കാണുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും അങ്ങനെ ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് കണ്ടല്ലോ, ഈ ഒരു ലൂപ്പിനെ നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയും. ഇതിൻ്റെ ബാക്ക് കാണുന്ന ലൂപ്പിനെ ബാക്ക് ലൂപ്പ് എന്ന് പറയും കേട്ടോ. ഇനി നമ്മൾ എല്ലാ ചെയിനും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു ബാക്ക് ലൂപ്പിലാണ്, ഈ ഫ്രണ്ട് ലൂപ്പിലല്ല. ഈ 2 ലൂപ്പും കൂടി ജോയിൻ ആയതാണ്
നമ്മളെ ഒരു ചെയിൻ എന്ന് പറയുന്നത്. ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ആഡ് ആകുമ്പോൾ നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കിട്ടും. പക്ഷേ നമ്മൾ ഈ ബാക്ക് ലൂപ്പിലാണ്, ഫ്രണ്ട് ലൂപ്പിലല്ല, ഇവിടെയുള്ള ഈ ഒരു ബാക്ക് ലൂപ്പിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് കണ്ടോ ഈ ഒരു കണ്ടില്ലേ ഈ ഒരു ഇത് കിട്ടുള്ളൂ. സിഗ്സാഗ് കുറച്ചൊരു എലാസ്റ്റിക് പോലെ ഇങ്ങനെ ഒരു ഇത് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും യൂസ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്യാം. സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ആ സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക വരെ ഫോർത്ത് ലൂപ്പിൻ്റെ. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട കണ്ടോ ഈ ഒരു ബാക്ക് ലൂപ്പിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് 9 സിംഗിൾ ക്രോഷ്യാണുള്ളത്. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലും നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ തന്നെ കിട്ടണം. അപ്പോൾ ചിലവർക്ക് ബിഗിനേഴ്സിന് ചിലപ്പോൾ അതിങ്ങനെ മാറിപ്പോവും, ഒരു സ്റ്റിച്ചസ് ഒക്കെ കുറഞ്ഞു വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ അത് സ്റ്റിച്ചസ് പാറ്റേൺ ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്തിട്ട് അടുത്ത റൗണ്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതെന്ന് പറയുന്നത്, ലാസ്റ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ചെയിൻ കാണുമല്ലോ, അതിലും നമ്മൾ ഈ ഒരു ഭാഗത്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. അപ്പോഴേ നമുക്ക് നമ്മൾ 9 സ്റ്റിച്ച് റെഡി ആയി കിട്ടുള്ളൂ. വീണ്ടും നമ്മൾ എത്രയാണോ നിങ്ങൾക്ക് ഉള്ളത് അത്രയും സ്റ്റിച്ചസ് നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. വീണ്ടും നമ്മൾ ചെയിൻ 1 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്യുക. ഇനി ഫസ്റ്റ് കാണുന്ന ചെയിനിൻ്റെ ഫ്രണ്ട് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക, സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ്. അങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ചെയിനിലെല്ലാം നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സിംഗിൾ ക്രോഷ്യ ഈ ഒരു റൗണ്ടിൽ ഫുൾ വർക്കുകൾ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ 9 സ്റ്റിച്ച് കിട്ടി. വീണ്ടും ഞാൻ ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്ത് നമ്മൾ താഴെ കാണുന്ന ഫസ്റ്റ് കാണുന്ന ചെയിൻ സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡിൻ്റെ ഇങ്ങനെ 1 2 എന്നാണ് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ റൗണ്ടിലും എത്ര സ്റ്റിച്ചസ് വേണം. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് ഇത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്, മറന്നു പോകുന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. അല്ലാത്തവരാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എഴുതി വെക്കുക. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിലും അത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാം. വീണ്ടും ആ റൗണ്ട് കംപ്ലീറ്റ് ആയാൽ ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ അത്ര സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ, ഈ ചെയിൻ സ്റ്റിച്ച് പോണ്ടല്ലോ, ഈ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്പർ സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ടോ എന്ന് കൗണ്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഇങ്ങനെ വീണ്ടും നമ്മൾ ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ഇതേപോലെ ഈ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. അങ്ങനെ നമുക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് ആ ലെങ്ത് എത്തുന്നവരെ നമുക്കിത് അതേപോലെ കുറച്ച് ചെയ്യാം. ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ബോർഡർ പോലെ കാണുന്നുണ്ടല്ലോ, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയിൻ സ്റ്റിച്ച് എടുത്തത് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ മെഷർമെൻറ്റ് നോക്കിയപ്പം എനിക്ക് ആ മെഷർമെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇനി പിന്നെ ഊരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് റിമൂവ് ചെയ്തിട്ട് രണ്ടാമോ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഈ ചുറ്റിലും ഇങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ബോർഡർ ഇങ്ങനെ ചെയ്ത് കൊടുത്തു. ബോർഡർ ചെയ്തത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തപ്പോൾ കേട്ടോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് അല്ല എനിക്ക് ഇത്ര ലെങ്ത്ത് കിട്ടിയില്ല. അപ്പോൾ ലെങ്ത്ത് കിട്ടാത്തപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്തും ബോർഡർ പോലെ കൊടുത്തു, ഇവിടെയും ബോർഡർ പോലെ കൊടുത്തു. അപ്പോൾ എനിക്ക് ലെങ്ത്ത് കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ടിപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. ഞാൻ നോക്കാതെ ഞാൻ ഇത് കുറച്ച് ചെയിൻ സ്റ്റിച്ചിട്ടിട്ടാണ് ചെയ്തത്, ശ്രദ്ധിക്കാതെ. അതാണ് നമ്മൾ ചെറിയൊരു ശ്രദ്ധ നമുക്ക് പഴിച്ചാൽ നമ്മൾ പിന്നെ ഫസ്റ്റ് തൊട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വെറുതെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടല്ലോ. വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ മെഷർമെൻറ്റ് നോക്കിയപ്പോൾ എനിക്ക് മെഷർമെൻറ്റ് ഇല്ല. അപ്പോൾ ഞാൻ പിന്നെ റിമൂവ് ചെയ്യേണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്കിങ്ങനെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വെച്ചിട്ട് രണ്ട് ഭാഗത്തും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തും ഞാൻ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഏകദേശം മെഷർമെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ചെറിയ മെഷർമെൻറ്റിൻ്റെ വ്യത്യാസമൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ ബോർഡർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആർക്കാണോ ചെയ്യുന്നത് അവരുടെ
അരവണ്ണം എടുക്കുക കേട്ടോ. അരവണ്ണം എടുത്തിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് നോക്കിയാൽ ഓരോ കുട്ടികൾക്കും ഓരോ സൈസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ തടിച്ചിട്ടും മെലിഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവും. ഇതിപ്പോൾ 16 ഇഞ്ച് 16 ഇഞ്ച് എന്ന് പറയുമ്പോൾ 8 ഇഞ്ചാണ് വരിക. അങ്ങനെ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ 8 ഇഞ്ചാണ് വരിക. മടക്കി എടുക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് വരിക. അപ്പോൾ എൻ്റെ കസ്റ്റമർ 8 ഇഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്. അവർ 3 to 6 months ബേബിയാണ്. പക്ഷേ ബേബി കുറച്ച് തടിയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് 8 ഇഞ്ച് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് 8 ഇഞ്ച് നീളത്തിൽ വെക്കുമ്പോൾ 16 ഇഞ്ചുമാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ അരവണ്ണം വേണ്ടത്, ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക്. പിന്നെ നമുക്ക് ഇനി അരവണ്ണം കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. മെഷർമെൻറ്റ് വാങ്ങിക്കുക. ഓരോ കുട്ടികൾക്കും ഡിഫറൻസ് ആവും. ഇതിപ്പോൾ 8 ഇഞ്ച് എന്ന് പറഞ്ഞത് നമുക്ക് 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാം. നോർമൽ ബേബീസ് ആണെങ്കിൽ 1 വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം തടിയുള്ള കുട്ടിയാണെന്നാണ് പറഞ്ഞത്. 3 to 6 months ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് തടിയുള്ള കുട്ടി ആയതുകൊണ്ട് നമ്മൾ 8 ഇഞ്ച് തന്നെ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അരവണ്ണം നിർബന്ധമായിട്ടും വാങ്ങിക്കണം കേട്ടോ. അരവണ്ണം മാത്രം കിട്ടും. അരവണ്ണം നമുക്ക് പിന്നെ ഇവിടെ അര തൊട്ടിട്ട് അവർക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഇറക്കം എത്രയാണോ വേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള മെഷർമെൻറ്റും വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇതിപ്പോൾ 2 ഭാഗവും ഒരേപോലെ തന്നെയാണ്. ഏത് ഭാഗത്ത് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിപ്പോൾ 2 ഭാഗവും നമ്മൾ ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു വർക്ക് നമുക്ക് ഏത് ഭാഗം എടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാനോ ചെയ്യാം. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ലൂപ്പിലൂടെ പുറത്തേക്ക് ഇടുക. ഞാൻ ചെയിൻ സ്റ്റിച്ച് സ്ലീവ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ ഇതുപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഈ 2 ഭാഗത്തും ഹുക്ക് കയറിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്കതുപോലെ 3ാമത്തെ സ്റ്റിച്ചിലും സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ 4ാമത്തെ സ്റ്റിച്ചിലും സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ അറിയുമെന്ന് വിചാരിക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹാൻഡ് ഓവർ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ നമുക്ക് 2 ലൂപ്പ് കിട്ടും. ഹാൻഡ് ഓവർ ചെയ്യുക. ഈ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സ്ലീവ് സ്റ്റിച്ച് കിട്ടി. വീണ്ടും അടുത്ത ചെയിനിൽ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ആ എൻഡ് വരെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് നമ്മളെ സ്കേർട്ടിൻ്റെ അരൻ്റെ ഭാഗം, നമുക്ക് സ്ട്രാപ്പിൻ്റെ ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരുടെ സ്ട്രാപ്പിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഇനി ഞാൻ ഈ ഒരു വർക്ക് ഇങ്ങനെ വലിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് ഉള്ളോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആണോ, ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗം ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗം ഞാൻ ഉൾഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുക. അല്ലെങ്കിൽ അതിങ്ങനെ ആ ജോയിൻ്റ് ചെയ്ത ഭാഗം ഇങ്ങനെ ആ അരൻ്റെ ഭാഗത്ത് ഇങ്ങനെ കാണും. അതുകൊണ്ട് ഞാനത് ഉൾഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ വലിച്ചു വെച്ച ചെയിൻ ചെറുതാക്കി കൊടുക്കാം. ഇനി നമ്മൾ താഴെ ഭാഗത്തേക്ക് സ്കേർട്ടിൻ്റെ താഴെ ഭാഗമാണ് ചെയ്യുന്നത്. താഴെ ഭാഗം ചെയ്യാനായിട്ട് നമുക്ക് 1 2 3 ചെയിൻ ചെയ്യാം. യാണവർ ചെയ്യുക. സെയിം ചെയിനിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ സെയിം ചെയിനിൽ തന്നെയാണ് ഞാൻ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാണവർ ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും യാണവർ ചെയ്യുക. 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമുക്ക് ഇവിടുന്ന് ഒരു ചെയിൻ 1 ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും യാണവർ ചെയ്ത് ഈ സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണവർ ചെയ്യുക. ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ 3 ലൂപ്പ് കിട്ടും. യാണവർ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും യാണവർ ചെയ്ത് സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയിനിൽ നമ്മളൊരു ഫാൻ സ്റ്റിച്ചാണ് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിൽ 3 ചെയിൻ ചെയ്തു. സെയിം ചെയിനിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിന് ശേഷം ചെയിൻ 1 ചെയ്തു. പിന്നെ സെയിം സ്പേസിൽ തന്നെ ഈ ഒരു ചെയിനിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു 4 സ്റ്റിച്ചും ചെയ്തിട്ടുള്ളത്. 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൗണ്ട് ചെയ്യും. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. പിന്നെ ചെയിൻ 1 ചെയ്തു. പിന്നെ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ ഈ ഒരു സെയിം സ്പേസിൽ ചെയ്തു കേട്ടോ. ഇതാണ് നമ്മളെ ഫാൻ സ്റ്റിച്ച് എന്ന് അറിയുന്നത്. ഇനി നമ്മൾ യാണോവർ ചെയ്യുക. ഇവിടുന്ന് ഈ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തു. അടുത്ത ചെയിനിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും യാണോവർ ചെയ്യുക. ഈ ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ നമ്മൾ
ഈ ഒരു വി സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം ഒരു ഡബിൾ ക്രോഷേ ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക. അപ്പോൾ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് സെയിം സ്പേസിൽ ചെയ്തു. ചെയിൻ 1 ചെയ്യുക. അതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കുക. 1 സെയിം സ്പേസിൽ ഒന്നും കൂടി ചെയ്യുക. 2. അപ്പോൾ അതവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, നേരത്തെ നമ്മളിവിടെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് 3 ചെയിനാണ് ചെയ്തത്. ഇവിടെ നമ്മൾ 2 ഡബിൾ ക്രോഷേ ഈ ഒരു സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളെ പാറ്റേൺ എന്ന് പറയുന്നത്. അതിന് ശേഷം yarn over ചെയ്യുക. ഈ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരു ഫാൻ സ്റ്റിച്ച്, ഒരു ഡബിൾ ക്രോഷേ, ഒരു ഫാൻ സ്റ്റിച്ച്, ഒരു ഡബിൾ ക്രോഷേ ആണ്. പിന്നെ ഈ ഡബിൾ ക്രോഷേൻ്റെ ഇടയിൽ നമ്മൾ ഓരോ ചെയിനും സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്ന പാറ്റേൺ. ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ നമുക്കൊരു ഫാൻ സ്റ്റിച്ച് ചെയ്യുക. ഫാൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആണോ? ഈ ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ട് മുഴുവനും നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൂടി കാണിക്കുക. yarn over ചെയ്യുക. ഈ ചെയിൻ ഒരു ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഫാൻ സ്റ്റിച്ചൊക്കെ എഴുതി വെക്കുക കേട്ടോ. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ ചെയ്യുക. ഈ ഒരു പാറ്റേൺ നമ്മൾ ഈ റൗണ്ട് മുഴുവൻ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ ആണ്. ഒരു ചെയിൻ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫാൻ സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ ചെയ്തു. അതിന് ശേഷം നമ്മൾ ആദ്യം കണ്ടോ, ഫസ്റ്റ് ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്തു. ഇവിടെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ നമ്മളൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇവിടെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും ഇവിടെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തു. അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തു. അടുത്ത ചെയിനിൽ നമ്മളൊരു ഫാൻ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇങ്ങനെ ഒരു ഫാൻ സ്റ്റിച്ച്, ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ, വീണ്ടും സ്കിപ്പ് ചെയ്തിട്ട് ഒരു ഫാൻ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു ഫസ്റ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇത് നമ്മൾ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഞാൻ ഒരു ഫാൻ സ്റ്റിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ഡബിൾ ക്രോഷേ ആണ് നമുക്ക് ഈ റൗണ്ടിൽ ലാസ്റ്റ് കിട്ടുന്നത്. അതിന് ശേഷം ഇവിടെ ഒരു ചെയിൻ ഇല്ല. പക്ഷേ ഞാൻ ഇവിടെ നമ്മൾ പിന്നെ ഈ ഒരു 3 ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ഉണ്ടല്ലോ, ഈ ഒരു ഡബിൾ ക്രോഷേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ഫാൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നമ്മൾ നേരത്തെ ചെയിൻ 1 ചെയ്ത ഈ ഒരു സ്പേസിൽ നോക്കുമ്പോൾ 2 ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ടുള്ള ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും 1 2 3 ചെയിൻ ചെയ്യാം. ഈ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. വേണമെങ്കിൽ ചെയ്യാം. ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഈ ഫാൻ സ്റ്റിച്ചിൻ്റെ ചെയിൻ 1 ചെയ്ത സ്പേസിൽ താഴെ റൗണ്ടിൽ ഫാൻ സ്റ്റിച്ചിൻ്റെ ഇതാണ് ഫാൻ സ്റ്റിച്ച്. അതിൽ ചെയിൻ 1 ചെയ്തത് ആ ഒരു ഭാഗത്ത് വീണ്ടും നമ്മളൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 3 ചെയിൻ ഡബിൾ ക്രോഷേ, അതിന് ശേഷം ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ചെയിൻ 1 ചെയ്യുക. വീണ്ടും yarn over ചെയ്ത് സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. ഒരു ഫാൻ സ്റ്റിച്ച് കൂടി ചെയ്തു. നമ്മൾ ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലാണ്, ഇതാണ് നമ്മളെ ഫാൻ സ്റ്റിച്ച്. അതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ വീണ്ടും നമ്മളൊരു ഫാൻ സ്റ്റിച്ച് കൂടി ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ആ ഡബിൾ ക്രോഷേയിൽ നമ്മൾ ആ ഒരു ഡബിൾ ക്രോഷേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണേ. ആ ടോപ്പിൽ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, yarn over ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 3 ലൂപ്പ് കിട്ടും. yarn over ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അങ്ങനെ നമ്മളൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും നമുക്ക് ഈ ഒരു സെയിം സ്പേസിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ ഇതിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇൻക്രീസിങ് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ ആക്കി ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്.
ഇനി നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അടുത്ത ഫാൻ സ്റ്റിച്ചാണുള്ളത്. ഈ ഫാൻ സ്റ്റിച്ചിൻ്റെ ഈ ഒരു സെൻറ്ററിലേക്ക് യാണോവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് ഒരു ഫാൻ സ്റ്റിച്ച് കൂടി ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ ആ ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു ഫാൻ സ്റ്റിച്ച് കൂടി ചെയ്തു. ഇനി യാണോവർ ചെയ്ത് നേരത്തെ റൗണ്ടിൽ ചെയ്ത ഡബിൾ ക്രോഷ്യ ഉണ്ടല്ലോ, ആ ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഒരു ചെയിനിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ഭാഗമാണ് നമുക്ക് ഇൻക്രീസിങ് ആയിട്ട് വരുന്നത്. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇവിടെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, അതിൻ്റെ ടോപ്പിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും യാണോവർ ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഫാൻ സ്റ്റിച്ചാണുള്ളത്. ആ ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഈ 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, വീണ്ടും 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് സെയിം സ്പേസിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്യുക. അതാ ഇതേപോലെ നമ്മൾ ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ചെയിനിൽ തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സെൻറ്ററിൽ ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു ഫാൻ സ്റ്റിച്ച് കൂടി ചെയ്യുക. ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഫാൻ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഡബിൾ ക്രോഷ്യേൻ്റെ ടോപ്പിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതാണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ പാറ്റേൺ. ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഒരു ഫാൻ സ്റ്റിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ ചെയ്ത ഡബിളിൻ്റെ നേരെ ഫാൻ സ്റ്റിച്ച്, പിന്നെ ഡബിൾ ക്രോഷ്യേൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ, ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഒരു ഡബിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേൺ നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്ത് ഇതുവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്കേർട്ടിൻ്റെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഫാൻ സ്റ്റിച്ചിൻ്റെ നേരെ ആ ഒരു സെൻറ്ററിൽ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഒരു DC ആണ് ചെയ്തിട്ടുള്ളത്. ആ DCൻ്റെ ടോപ്പിൽ നമ്മൾ 2 DC ചെയ്തു, ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ നമ്മളിത് ചുറ്റും ചെയ്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കുകയാണ്. ഇപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു DCയുടെ മുകളിൽ 2 DC ചെയ്തു. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഫാൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, ആ ഫാൻ സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് DC, ഈ 3 ചെയിൻ അല്ല, ഈ ഫസ്റ്റ് DCയിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി തേർഡ് റൗണ്ട് ചെയ്യാനായിട്ട് ഈ ഒരു സെൻറ്ററിലേക്ക് ഒരു ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സ്ലീപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിനി തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് 1 2 3 ചെയിൻ ചെയ്യുക, യാണോവർ ചെയ്യുക. ഈ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. വീണ്ടും ഈ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ ഫാൻ സ്റ്റിച്ചിൻ്റെ നടുവിൽ വീണ്ടും ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്തു. കണ്ടോ, ഓരോ ഫാൻ സ്റ്റിച്ചിൻ്റെ നടുവിൽ ഓരോ ഫാൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ആ ഭാഗം നിങ്ങൾ കറക്റ്റ് ചെയ്യണേ, കറക്റ്റ് മനസ്സിലാക്കണേ. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് നമ്മൾ താഴെ ചെയ്ത 2 ഡബിൾ ക്രോഷ്യ ആണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഡബിൾ ക്രോഷ്യയിൽ ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി സെക്കൻഡ് വണ്ണിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെക്കൻഡ് വണ്ണിൽ 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ ടോട്ടൽ നമ്മൾ ഈ റൗണ്ടിൽ 3 ഡബിൾ ക്രോഷ്യ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ 1 ചെയ്തു, സെക്കൻഡ് വണ്ണിൽ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു, സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഈ ഒരു ഡബിൾ ക്രോഷ്യനെ 2 ഡബിൾ ക്രോഷ്യ ആക്കി, തേർഡ് റൗണ്ടിൽ നമ്മൾ ഈ ഒരു ഡബിൾ ക്രോഷ്യനെ 3 ഡബിൾ ക്രോഷ്യ ആക്കി. പിന്നെ മറ്റേത് ബാക്കി ഈ ഭാഗം മാത്രമാണ് ചേഞ്ച് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് ഫാൻ സ്റ്റിച്ചാണ്. പിന്നെ ഈ ഫാൻ സ്റ്റിച്ചിലേക്ക് സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഒരു ഫാൻ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. ഫാൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ചെയിൻ 1 ചെയ്ത ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ, വീണ്ടും ചെയിൻ 1 ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫാൻ സ്റ്റിച്ചിൻ്റെ നേരെ സെൻറ്ററിൽ തന്നെ നമ്മളൊരു ഫാൻ സ്റ്റിച്ച് ചെയ്യും. അത് നമ്മൾ എല്ലാ റൗണ്ടിലും സെയിം തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതാ ഇവിടെ നമ്മളൊരു ഫാൻ സ്റ്റിച്ച് ചെയ്തു, ഇവിടെ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്തു, അതിന് സെൻറ്ററിൽ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മളിതാ ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഒരു ചേഞ്ച് വരുന്നത്.
ആണോ ചെയ്യുക? ഫസ്റ്റ് ഡി സി ഇവിടെ നമ്മൾ താഴെ ഫസ്റ്റ് റൗണ്ടിൽ ഒരു ഡി സി ആണ് ചെയ്തത്. സെക്കൻഡ് റൗണ്ടിൽ അത് 2 ഡി സി ആക്കി ഇൻക്രീസിങ് ചെയ്തു. തേർഡ് റൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് ഡി സിൻ്റെ ടോപ്പിൽ ഒരു ഡി സി ചെയ്യുക. സെക്കൻഡ് ഡി സിൻ്റെ ടോപ്പിൽ നമ്മൾ 2 ഡി സി ചെയ്യുക. അങ്ങനെ ടോട്ടൽ 3 ഡി സി ആണ് സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. തേർഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഭാഗം മാത്രമാണ് നമുക്ക് ഒരു ഡിഫറെൻറ്റ് വരുന്നത്. ഇവിടെ 1 ചെയ്തു, സെക്കൻഡ് റൗണ്ടിൽ 2 ചെയ്തു, തേർഡ് റൗണ്ടിൽ 3 ചെയ്തു. ഇനി ഫാൻ സ്റ്റിച്ചിൻ്റെ നേരെ സെൻറ്ററിൽ ചെയിൻ 1 ചെയ്ത് ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, വീണ്ടും 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫാൻ സ്റ്റിച്ചിന് നേരെ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ആണ് ചെയ്യാനുള്ളത്. ഈ ഒരു 2 ഡബിൾ ക്രോഷേ ചെയ്ത അതിൻ്റെ ഫസ്റ്റ് ഡബിൾ ക്രോഷേയിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. താഴെ ചെയ്ത സെക്കൻഡ് ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ടോട്ടൽ ഈ റൗണ്ടിൽ 3 ഡബിൾ ക്രോഷേ ഒരു ഫാൻ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 3 ഡബിൾ ക്രോഷേ ഒരു ഫാൻ സ്റ്റിച്ച്, 3 ഡബിൾ ക്രോഷേ ഒരു ഫാൻ സ്റ്റിച്ച്, 3 ഡബിൾ ക്രോഷേ. ഇനി ഇതിൽ നമ്മളൊരു ഫാൻ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ഇവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷേ ചെയ്യും, പിന്നെ ഇവിടെ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്യും, പിന്നെ ഇവിടെ നമ്മൾ 3 ഡബിൾ ക്രോഷേ. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഈ ഒരു തേർഡ് റൗണ്ടിലും നമ്മൾ ഒരു ഫാൻ സ്റ്റിച്ച്, 3 ഡബിൾ ക്രോഷേ, ഒരു ഫാൻ സ്റ്റിച്ച്, 3 ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിൽ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ ആണ് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ടിൽ ചെയ്ത് 2 ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ഡി സി 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ഡി സിയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, യാണവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും, യാണവർ ചെയ്യുക, ഈ ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത 4ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് 1 2 3 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, യാണവർ ചെയ്യുക, ഈ സ്പേസിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 1, സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്യുക. എല്ലാ റൗണ്ടിലും നമ്മൾ ഫാൻ സ്റ്റിച്ചിൻ്റെ നേരെ ഫാൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ ഒരു മാറ്റം വരുന്നില്ല. നമ്മൾ ഇനിയിപ്പോൾ എത്ര റൗണ്ട് ചെയ്യുകയാണെങ്കിലും ഫാൻ സ്റ്റിച്ചിൻ്റെ നേരെ സെൻറ്ററിൽ അടുത്ത ഫാൻ സ്റ്റിച്ച്, പിന്നെ അടുത്ത റൗണ്ടിൽ ഈ ഫാൻ സ്റ്റിച്ചിൻ്റെ ഈ സെൻറ്ററിൽ അടുത്ത ഫാൻ സ്റ്റിച്ച് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം മാത്രമാണ് നമുക്കൊരു മാറ്റം വരുന്നത്, നമ്മൾ സ്റ്റിച്ചസ് ഇൻക്രീസിങ് ആക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ താഴെ ഫസ്റ്റ് റൗണ്ടിൽ ഒരു ഡബിൾ ക്രോഷേ, സെക്കൻഡ് റൗണ്ടിൽ 2 ഡബിൾ ക്രോഷേ, തേർഡ് റൗണ്ടിൽ 3 ഡബിൾ ക്രോഷേ. ഇനി നമ്മൾ ഫോർത്ത് റൗണ്ടാണ്. ഫോർത്ത് റൗണ്ടിൽ നമ്മൾ 4 ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഡി സിയുടെ നേരെ ഒരു ഡി സി ചെയ്യുക, സെക്കൻഡ് ഡി സിയുടെ നേരെയും ഒരു ഡി സി ചെയ്യുക. അങ്ങനെ അപ്പോൾ 2 ഡി സി ആയി. ഇനി നമ്മൾ താഴെ ചെയ്ത 3ാമത്തെ ഡി സി ലാസ്റ്റ് ഡി സിൻ്റെ മുകളിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ലാസ്റ്റിൽ ഒന്നിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 4 സ്റ്റിച്ച് ചെയ്തു. ഫസ്റ്റിൽ 2 സ്റ്റിച്ചിലും 1 1 ചെയ്തു, 3ാമത്തെ സ്റ്റിച്ചിൽ 2 ചെയ്തു. ഇനി നമ്മൾ അടുത്ത ഫാൻ സ്റ്റിച്ചാണ് ഉള്ളത്. ഈ ഒരു ഫാൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, ചെയിൻ സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്യുക. ഫാൻ സ്റ്റിച്ചിൻ്റെ നേരെ ഫുള്ള് നമ്മൾ ഫാൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതിന് യാതൊരു മാറ്റവും വരുന്നില്ല കേട്ടോ. ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഫാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഫസ്റ്റ് റൗണ്ടിൽ 1, സെക്കൻഡ് റൗണ്ടിൽ 2, തേർഡ് റൗണ്ടിൽ 3. ഇനി ഫോർത്ത് റൗണ്ടിൽ നമുക്ക് 4 ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ്, 4 ഡബിൾ ക്രോഷേ ആക്കിയിട്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷേയിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് ഡബിൾ ക്രോഷേയിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് ഡബിൾ ക്രോഷേയിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ഈ ഒരു എൻഡ് വരെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത ഫാൻ സ്റ്റിച്ചിൽ നമുക്കൊരു ഫാൻ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മൾ ഫസ്റ്റ് 3 സ്റ്റിച്ച് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് 2 സ്റ്റിച്ചിലും 1 1 ചെയ്യുക, 3ാമത്തെ സ്റ്റിച്ചിൽ 2 ചെയ്യുക. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ 4ാമത്തെ റൗണ്ടിൽ ഒരു ഫാൻ സ്റ്റിച്ച്,
4 ഡബിൾ ക്രോഷേ, ഒരു ഫാൻസി സ്റ്റിച്ച്, ഒരു 4 ഡബിൾ ക്രോഷേ അങ്ങനെ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വർക്ക് ഇങ്ങനെ ഒരു നല്ല ലെയറായി വരുന്നത് കാണാം. നമ്മളിങ്ങനെ മടക്കി വെച്ച് നോക്കുമ്പോൾ നല്ല ലെയറായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ചെയിനിലും നമുക്ക് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് 4 ചെയിൻ സ്റ്റിച്ച് 4 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഫാൻസി സ്റ്റിച്ച് ചെയ്തു, പിന്നെ 4 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ഫസ്റ്റ് ചെയ്ത 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി ഫസ്റ്റ് ചെയ്ത ഫാൻസി സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ 5ാമത്തെ റൗണ്ട് 1 2 3 4 5th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 1 2 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷേ, 3 ചെയിൻ സ്റ്റിച്ച് നമ്മളൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. വീണ്ടും ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷേ കൂടി ചെയ്ത് കൊടുക്കുക. നമ്മളെല്ലാ സ്റ്റാർട്ടിങ്ങിലും ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ താഴെ ഫസ്റ്റ് റൗണ്ടിൽ 1, സെക്കൻഡ് റൗണ്ടിൽ 2, തേർഡ് റൗണ്ടിൽ 3, ഫോർത്ത് റൗണ്ടിൽ 4. ഇനി നമ്മൾ 5th റൗണ്ടിലാണ്. 5th റൗണ്ടിൽ നമ്മൾ 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു സ്റ്റിച്ച് ഇൻക്രീസിങ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലും നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും നമുക്കൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. എല്ലാ റൗണ്ടിലും നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലാണ് ഇൻക്രീസിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എത്ര റൗണ്ട് ചെയ്യുകയാണെങ്കിലും നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇൻക്രീസിങ് ചെയ്ത് ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ കൂടുതൽ ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ 1 2 3 4 5 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടി. ഇനി നമ്മൾ അടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഫാൻസി സ്റ്റിച്ചാണ്. അപ്പോൾ ആ ഫാൻസി സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 4 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണുള്ളത്. ഈ 4 ഡബിൾ ക്രോഷേ സ്റ്റിച്ചിൽ നമുക്ക് 5 ഡബിൾ ക്രോഷേ ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഡബിൾ ക്രോഷേ, തേർഡ് സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ തേർഡ് ഡബിൾ ക്രോഷേ. ഇനി ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ 5 സ്റ്റിച്ച് കിട്ടി. ഇനി ഈ ഒരു ഫാൻസി സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഒരു ഫാൻസി സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ 4 സ്റ്റിച്ചിൽ 3 സ്റ്റിച്ചിൽ 1 1 1 ചെയ്യുക. 4ാമത്തെ സ്റ്റിച്ചിൽ 2 ചെയ്യുക. ഇവിടെ ഫാൻസി സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഫാൻസി സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ ഇവിടെ 5 സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിങ്ങനെ 5ാമത്തെ റൗണ്ടിൽ ഒരു ഫാൻസി സ്റ്റിച്ച് 5 ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് ഇനി ഇവിടെ ഈ 4 സ്റ്റിച്ചാണ് താഴത്തുള്ളത്. ആ 4 സ്റ്റിച്ചിൽ നമ്മൾ 5 സ്റ്റിച്ചാക്കി ഇൻക്രീസിങ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. തേർഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ 4th സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് മുഴുവനും നമ്മൾ ഫാൻസി സ്റ്റിച്ചിൻ്റെ നേരെ സെൻറ്ററിൽ ഫാൻസി സ്റ്റിച്ചും അതുപോലെ നമ്മൾ ഈ ഒരു 4 സ്റ്റിച്ചിന് 5 സ്റ്റിച്ചാക്കി ഇൻക്രീസിങ് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഫാൻസി സ്റ്റിച്ചിൻ്റെ നേരെ എല്ലാ റൗണ്ടിലും ഫാൻസി സ്റ്റിച്ച് തന്നെയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ 3 ചെയിനും ഒരു ഡബിൾ ക്രോഷേ ആണ് എല്ലാ സ്റ്റാർട്ടിങ്ങിലും നമ്മൾ ചെയ്യുക. ഈ 3 ചെയിൻ നമ്മളൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കൗണ്ട് ചെയ്യും. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷേ കൂടി ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഫാൻസി സ്റ്റിച്ച് കിട്ടുക. ഇനി നമ്മൾ ഈ ഒരു 5 ചെയിൻ ഉണ്ടല്ലോ, ഈ 5 ചെയിൻ ഇപ്പോൾ നമ്മളൊരു 3 to 6 months ഉള്ള ബേബിക്ക് ആയതുകൊണ്ട് നമുക്ക് കണ്ടോ ഇവിടെ നല്ല ലെയറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വലിയ സൈസിലുള്ള കുട്ടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ ഇപ്പോൾ നമ്മൾ ചെയ്ത സെയിം പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ
ആദ്യത്തെ 4 ചെയിനിലും 1 1 1 ചെയ്യുക. 5ാമത്തെ ചെയിനിൽ 2 സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ചെയിനിൽ 2 സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ചെയിനിൽ 2 സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് 6 സ്റ്റിച്ച് ആവും. പിന്നെ അടുത്ത റൗണ്ടിൽ ഇതുപോലെ തന്നെ ലാസ്റ്റ് ചെയിനിൽ 2 സ്റ്റിച്ച് ചെയ്യുമ്പോൾ 7 ഡബിൾ ക്രോഷ്യ ആവും. ബാക്കിയൊക്കെ ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ഈ ഫാൻ സ്റ്റിച്ചിൻ്റെ അവിടെ ഫാൻ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ 5 ഉള്ളത് 6 ആക്കുക. വീണ്ടും ഫാൻ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ എത്ര ലെയറാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ലെയർ കൂട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത് നമ്മളൊരു 3 to 6 months വരെയുള്ള ബേബീൻ്റെ ആയതുകൊണ്ട് ഞാൻ ഈ ലെയറിൽ നിർത്തുകയാണ്. ഇത് ഞാൻ ഇൻക്രീസിങ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് ഈ ഒരു ലെയർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഇൻക്രീസിങ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 5 സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ഇനി അടുത്ത ഈ റൗണ്ടിലും കണ്ടിന്യൂ ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് കണ്ടിന്യൂ ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. തേർഡ് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഫോർത്ത് സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്, നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നില്ല കേട്ടോ. ഇൻക്രീസിങ് ചെയ്യുന്നവർ ഇൻക്രീസിങ് ചെയ്യുക. അല്ലാതെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ 5 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു ഫാൻ സ്റ്റിച്ചാണ്. ഫാൻ സ്റ്റിച്ചിൽ നമ്മൾ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 സെയിം സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഫാൻ സ്റ്റിച്ച് കിട്ടുക. ഈ ഒരു പാറ്റേൺ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഈ റൗണ്ടിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ ഫാൻ സ്റ്റിച്ചിൻ്റെ നേരെ ഫാൻ സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു 1 2 3 4 5 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇതേപോലെ താഴെ 4 ഡബിൾ ക്രോഷ്യ 5 ഡബിൾ ക്രോഷ്യ ഉണ്ട്. അതേപോലെ തന്നെ മുകളിലും നമുക്ക് 5 ഡബിൾ ക്രോഷ്യ ആണ് കിട്ടുക. നമ്മൾ ഇൻക്രീസിങ്ങും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ 1 2 നെക്സ്റ്റ് സ്റ്റിച്ചിൽ 3 നെക്സ്റ്റ് സ്റ്റിച്ചിൽ 4 നെക്സ്റ്റിൽ 5. ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇനി നമ്മൾ ഫുള്ളും ചെയ്യുന്നത്. ഇനി നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നില്ല. അപ്പോൾ 5 സ്റ്റിച്ച് ചെയ്തു. ഇനി ഇവിടെ നമ്മളൊരു ഫാൻ സ്റ്റിച്ച് ചെയ്യും. പിന്നെ ഇവിടെ നമ്മൾ 5 സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യ ചെയ്യും. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഫാൻ സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ ഈ റൗണ്ട് മുഴുവനും നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ 6ാമത്തെ റൗണ്ടിലും ഒരു ഫാൻ സ്റ്റിച്ച് 5 ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ഞാൻ കളർ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 കളറിലാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ കളറിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു കളർ ചേഞ്ച് ചെയ്യണ്ട. അപ്പം നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്യുക, ഒരു ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമ്മളെ യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് യാണ് വലിച്ച് ടൈറ്റ് ആക്കി കൊടുക്കുക. ഈ ഒരു യാണ് നമുക്കൊന്ന് മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് താഴ്ഭാഗത്തേക്ക് എടുത്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഈ ബാക്ക് സൈഡിലേക്ക് ആയിക്കോളും. ഇനി നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കണ്ടോ നല്ല ലെയറിലുള്ള ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനിയും ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 5 സ്റ്റിച്ചിന് 6 സ്റ്റിച്ച് 7 സ്റ്റിച്ച് 8 സ്റ്റിച്ച് അങ്ങനെ ഇൻക്രീസിങ് ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ അടുത്ത കളർ യൂസ് ചെയ്യാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാജിക് നീഡിൽസ് എന്ന് വാങ്ങിയിട്ടുള്ള കോട്ടൺ എന്നുള്ള ബ്രാൻഡിൻ്റെ ഒരു ഓഫ് വൈറ്റ് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എടുക്കുക, അതിൻ്റെ ഒരു കുറച്ച് ടൈലൻ്റ് എടുക്കുക. നമ്മൾ ഇവിടെ നിന്നാണല്ലോ നമ്മൾ വർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുള്ള ചെയിൻ 1 ചെയ്ത് ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് കുറച്ച് ടൈലൻ്റ് എടുത്തിട്ട് യാണ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു യാണ് ഇവിടെ പ്രസ് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. യാണ് ചെയ്യുക. നമ്മൾ ഈ ഒരു ടൈലൻ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ തന്നെ പിടിക്കണം കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ ഹൈഡായി പോയിക്കോളും. 3 ചെയിൻ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ നമുക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഫാൻ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മളിവിടെ ഈ നേരത്തെ ചെയ്ത നമ്മൾ ഇൻക്രീസിങ് ഒന്നും ചെയ്യുന്നില്ല. നേരത്തെ ചെയ്ത 5 സ്റ്റിച്ച് ഉണ്ടല്ലോ ആ 5 സ്റ്റിച്ചിലും 5 ഡബിൾ ക്രോഷ്യയിലും ഓരോ ഡബിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. സെക്കൻഡ് ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. താഴെ ചെയ്ത തേർഡ് ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 3ാമത്തെ ഡബിൾ ക്രോഷ്യ ചെയ്യുക. 4ാമത്തേൻ്റെ ടോപ്പിൽ 4ാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക.
അഞ്ചാമത്തെ ടോപ്പിൽ അഞ്ചാമത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്, നമ്മൾ കളർ ചേഞ്ച് ചെയ്തെന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 2 ഡബിൾ ക്രോഷ്യ ഫാൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞത് 2 ഡബിൾ ക്രോഷ്യ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ 5 ഡബിൾ ക്രോഷ്യ ഉണ്ട്. 5 ഡബിൾ ക്രോഷ്യൻ്റെ ടോപ്പിലും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്യുക, പിന്നെ 5 ഡബിൾ ക്രോഷ്യ ചെയ്യുക, ഇവിടെ ഫാൻ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിൽ ഒരു ഫാൻ സ്റ്റിച്ച് ചെയ്യുക, അങ്ങനെ ഈ റൗണ്ട് മുഴുവൻ ചെയ്യുക. പിന്നെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ ഒരു 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സെൻറ്ററിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഒരു ഫാൻ സ്റ്റിച്ച്, പിന്നെ 5 ഡബിൾ ക്രോഷ്യ ഫാൻ സ്റ്റിച്ച്, 5 ഡബിൾ ക്രോഷ്യ, അങ്ങനെ നമ്മൾ ഇവിടെ 1 2 3 4 5 6 6 റോ ആണ് നമ്മൾ ഈ ഒരു ബ്ലൂ ചെയ്തത്. അതേപോലെ തന്നെ നമുക്ക് 6 റോ ഈ ഒരു ഓഫ് വൈറ്റ് കളറും ചെയ്യുക. പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ 5 റോ കഴിഞ്ഞാൽ ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക, യാണ് കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിൻ്റെ താഴെ ഒരു യെല്ലോ ഒരു 5 ലെയറും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ യെല്ലോ നമ്മൾ ചെയ്യുന്നത് ഈ 5 ഇതിന് പകരം നമ്മൾ 6 എണ്ണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു 5 ലെയർ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതെങ്ങനെ 6 റൗണ്ട് ഈ ഒരു ഓഫ് വൈറ്റ് കളർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് നമ്മൾ വർക്ക് ഇവിടെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക് ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നമ്മളൊരു വർക്ക് എൻ്റെ ആയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ വർക്ക് ഈ ഒരു യാണിനെ കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ബിഗിനേഴ്സിന് പലർക്കും വരുന്ന ഒരു സംശയമാണ് ഈ ഒരു യാൺ എങ്ങനെ കട്ട് ചെയ്യലെന്നൊക്കെ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഏത് വർക്കാണോ കഴിയുന്നത് ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെയിൻ ചെയ്ത് കൊടുക്കുക. ഒരു ചെയിൻ 1 ചെയ്യണേ, അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ വർക്ക് യാണ് കട്ട് ചെയ്യുമ്പോൾ ആ യാണ് ഊരിപ്പോവും. അപ്പോൾ നമ്മൾ ഏത് വർക്കാണ് ചെയ്യുന്നത് ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം, ഇപ്പോൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്, ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം ചെയിൻ 1 ചെയ്യുക. അതിന് ശേഷം നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. യാണ് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു നമ്മൾ റണ്ണിങ് യാണ് ഉണ്ടല്ലോ ആ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ വരുന്നത് നമ്മളെ ഹുക്ക് ഇവിടെ തന്നെയാണ്. ഈ ഹുക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കുക, ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ഒരു യാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പിന്നെ ടൈറ്റായി നടക്കും കേട്ടോ. പിന്നെ അത് വലിച്ചാൽ വരൂല. അങ്ങനെയാണ് നമ്മൾ യാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എങ്ങനെയാണ് യാണ് കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചെയിൻ 1 ചെയ്യാതെ നമ്മൾ യാണ് കട്ട് ചെയ്യുകയാണ്, ഇങ്ങനെ വലിച്ചാൽ ആ വർക്ക് ഇങ്ങനെ ഊരിപ്പോവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു യാണ് ഇനി നമുക്ക് ഇങ്ങനെ മുകളിലേക്കും അതുപോലെ ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് കൊടുത്തിട്ട് ഒന്ന് ബാക്ക് സൈഡിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് നമ്മളിവിടെ നിന്ന് യെല്ലോ കളറ് യാണാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നിങ്ങളിങ്ങനെ റോ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 3 കളർ ആയതുകൊണ്ട് ആ 3 കളറിലും നമ്മൾ 6 റോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, ഇപ്പം നമുക്ക് ലെങ്ത്ത് വേണ്ടതിൻ്റെ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ 6 റോ ആക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് വലിയ സൈസൊക്കെ ആണ്, ഇതിപ്പോൾ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള സൈസാണ്. അപ്പം വലിയ സൈസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു 6 റോ ഉള്ളത് 3 കളറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 6 റോ 8 9 റോ ആക്കുക. അതിന് ശേഷം അടുത്ത റോ 9 റോ ആക്കുക, അടുത്ത കളർ 9 റോ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ലെങ്ത്തിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ ഈ റോ ചെയ്ത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഭാഗത്താണ് ചെയിൻ 1 ചെയ്തിട്ട് ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ നമുക്ക് അടുത്ത കളർ യാണ് യൂസ് ചെയ്യുക. ഞാനിവിടെ യെല്ലോ കളർ യാണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കളറാണോ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു കളറിലാണ് നിങ്ങൾക്ക് ഈ ഒരു സ്കേർട്ട് ചെയ്യണമെങ്കിൽ ഒരു കളറിൽ ചെയ്യുക. യാണ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ലെങ്ത്ത് കിട്ടുന്നവരെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മളിവിടെയാണ് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫാൻ സ്റ്റിച്ച് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, കുറച്ച് ടൈലൻഡ് എടുക്കുക. എന്നിട്ട് നമുക്ക് 1 2 3 ചെയിന് നമ്മളൊരു DC ആയിട്ട് കൗണ്ട് ചെയ്യും. യാണോ ചെയ്യുക. ഈ ഒരു
സ്പേസിലേക്ക് ഈ ഫാൻസി സ്റ്റിച്ചിൻ്റെ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ചെയിൻ 1 ഒരു DC കൂടി ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സെയിം സ്പേസിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 2 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഈ ഫാൻസി സ്റ്റിച്ചിൻ്റെ നേരെ സെൻറ്ററിൽ ഒരു ഫാൻസി സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്കിവിടെ 5 സ്റ്റിച്ചസ് ആണ് ഉള്ളത്. അത് നിങ്ങൾക്ക് ഇൻക്രീസിങ് ചെയ്യണമെങ്കിൽ ഇനി ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇൻക്രീസിങ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ചെയ്ത് കൊടുക്കുക കേട്ടോ. വിടുത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പം നമുക്ക് വിടുത്ത് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യാതെ ഈ 5 സ്റ്റിച്ചിൽ തന്നെ ഈ ചുറ്റിലും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 കളർ ആകുമ്പോൾ നമ്മൾ ലെങ്ത്ത് 3 ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കളർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫാൻസി സ്റ്റിച്ച് ചെയ്തു. ഈ ഒരു 5 ചെയിനിലും 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഫാൻസി സ്റ്റിച്ചാണ് ഉള്ളത്. അപ്പോൾ ഈ അണവ ചെയ്യുക. ഈ ഒരു ഫാൻസി സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1, 2 ഡബിൾ ക്രോഷേ സെയിം സ്പേസ് ചെയ്യുക. അപ്പോൾ ഒരു ഫാൻസി സ്റ്റിച്ചും കൂടി നമുക്ക് കിട്ടി. ഇനി നമുക്കുള്ളത് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ 5 ഡബിൾ ക്രോഷേ ആണ്. ആ 5 ഡബിൾ ക്രോഷയുടെ മുകളിൽ ഓരോ ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ഓരോ ഡബിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. 1 2 3 4 5. നേരത്തെ ചെയ്ത സെയിം പാറ്റേൺസ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി ഇവിടെ നമുക്കൊരു ഫാൻസി സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഈ 5 ഡബിൾ ക്രോഷേൻ്റെ മുകളിൽ ഓരോ ഡബിൾ ക്രോഷേ ചെയ്യുക, ഫാൻസി സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ ഈ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അടുത്ത റൗണ്ട് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഒരു 6 റൗണ്ട് കൂടി ചെയ്തിട്ട് ഇവിടെ 1 2 3 4 5 6 റൗണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് താഴേക്കും 6 റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വരാം. നിങ്ങൾ എത്രയാണോ റൗണ്ട് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അത് വരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ യെല്ലോ ഇവിടെ 5 റൗണ്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് കിട്ടി കേട്ടോ. 6 റൗണ്ട് ഞാൻ ചെയ്തിട്ടില്ല, 5 റൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്ര റൗണ്ടിലാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് അതുവരെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കാനായിട്ട് നമ്മൾ 5 ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത DC 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എണ്ണ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, അണവർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് യാണ് വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു യാണ് ഇങ്ങനെ ഫ്രണ്ട് സൈഡിലേക്ക് എടുക്കുക. അതിന് ശേഷം ഇതിങ്ങനെ ബാക്കിലേക്ക് എടുക്കുക. ഇനി നമുക്ക് ഈ ഒരു യാണ് ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് 1 2 പ്രാവശ്യം നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. അധികം യാണുണ്ടെങ്കിൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക കേട്ടോ. ഒരു നോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ വേറെ ഒരു ലൂപ്പിലേക്കും കൂടി എടുത്തിട്ട് ഒരു നോട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഒരു ചെയിൻ സ്റ്റിച്ച് പോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീഡിലിൽ നമ്മൾ തുന്നണ സൂചി ഉണ്ടല്ലോ അതിൽ നൂല് കോർത്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മളിവിടെ യാണ് ആഡ് ചെയ്തിട്ടുള്ള യാണും ടൈലൻറ്റും ഒക്കെ അവിടെ കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്കൊന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കുക. അങ്ങനെ തൂങ്ങി കിടക്കുന്ന യാൺസൊക്കെ കൂട്ടി കെട്ടിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം കേട്ടോ. അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ യാണ് നമ്മൾ ഈ 2 ഭാഗത്താണ് ആഡ് ചെയ്തിട്ടുള്ളത്. 2 ഭാഗത്ത് കട്ട് ചെയ്ത് കൂട്ടി കൊടുക്കുക. ബാക്കിയുള്ള യാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ അതാ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് നോക്കാം നമുക്ക്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞത്
10 ഇഞ്ചാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എത്ര ഇഞ്ചാണോ വേണ്ടത് ആ ഒരു ഇഞ്ചസിൽ നിങ്ങൾ സ്റ്റിച്ചസ് ചെയ്തെടുക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ്, 2 സൈഡും നമുക്ക് സെയിം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ഇങ്ങനെ എടുക്കുക. ഇവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഈ ഒരു ഏതെങ്കിലും ഒരു മൂലയിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ ഒരു ഇവിടെ ജോയിൻ ചെയ്ത ഭാഗം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിങ്ങനെ മുന്നിൽ തന്നെ വരും ആ ജോയിൻ ചെയ്ത ഭാഗം. അപ്പോൾ ജോയിൻ ചെയ്ത ഭാഗം നമ്മൾ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡ്, രണ്ടും ബാക്കൊക്കെ കറക്റ്റ് തന്നെയാണ്. ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക. അതിന് ശേഷം നമുക്ക് 2 സ്റ്റിച്ച് മാർക്കർ വേണം. നമുക്ക് ഇവിടുന്ന് ഈ ഒരു റോ ഉണ്ടല്ലോ, അത് 1 2 3 4 5 5th റോ കഴിഞ്ഞിട്ട് 6th റോയിൽ നമുക്ക് ഇവിടെ നമുക്കൊരു വെച്ച് നോക്കാം. എന്നിട്ട് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അത് റിമൂവ് ചെയ്യാം കേട്ടോ. അതുപോലെ ഇവിടുന്ന് 1 2 3 4 5 6 6th വണ്ണിലും നമുക്ക് ഇത് വെക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് നോക്കാം. നമുക്ക് 12 സ്റ്റിച്ച് കിട്ടണം. 1 2 3 4 5 6 7 8 9 10 11 12 12 സ്റ്റിച്ച് മതി. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ ഒരു ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഫിംഗറിനെ കൊണ്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം ഞാനോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 1 2 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഹാഫ് DC ചെയ്യുക. 3 ലൂപ്പ് കിട്ടും. ഞാനോ ചെയ്ത് 3 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 2 ഹാഫ് DC 2 ആയി. 3 അടുത്ത സ്റ്റിച്ചിൽ 4 അടുത്തതിൽ 5 അടുത്തതിൽ 6. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈലൻഡ് ഉണ്ടല്ലോ, ഈ ടൈലൻഡ് ഞാൻ അതിൻ്റെ കൂടെ ഹൈഡാക്കി പിടിക്കുന്നുണ്ട് കേട്ടോ. 6 7 8 9 10 11 12 13 14. ഇവിടെ 14 സ്റ്റിച്ചാണ്. ഞാൻ നേരത്തെ 12 സ്റ്റിച്ച് എന്നാണ് പറഞ്ഞത്. നമ്മൾ 14 സ്റ്റിച്ച് എടുക്കണം കേട്ടോ. 14 സ്റ്റിച്ച് എടുക്കുമ്പോൾ ആ ഒരു സ്ട്രാപ്പ് നമുക്ക് 2 ഭാഗം ആക്കുമ്പോൾ ആ ഒരു കറക്റ്റ് വീതി കിട്ടുള്ളൂ. അപ്പോൾ 14 സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം കേട്ടോ. 14 സ്റ്റിച്ച് എടുക്കുക. എന്നിട്ട് അത് 1 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമുക്ക് വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 2 ചെയിൻ നമ്മളൊരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഈ ഒരു റൗണ്ടിലും നമുക്ക് 14 സ്റ്റിച്ച് തന്നെ കിട്ടണം. അങ്ങനെ നമ്മൾ അര തൊട്ടിട്ട് ഷോൾഡർ വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് ചോദിക്കുക. ആ ഒരു ലെങ്ത് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഭാഗം ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ബേബിക്കാണെങ്കിൽ ബേബീൻ്റെ അര തൊട്ടിട്ട് ഷോൾഡർ വരെ അളക്കുക. എന്നിട്ട് എത്ര ലെങ്ത് ഉണ്ട് നോക്കുക. അത്ര ലെങ്ത്തിലാണ് നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ഈ ഒരു എൻഡ് എത്തിയിട്ടുണ്ട്. വീണ്ടും ചെയിൻ 2 ചെയ്യാം. വർക്ക് ടേൺ ചെയ്യാം. വീണ്ടും നമുക്ക് ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ളത് ഇങ്ങനെ ചെയ്യാം. അത് കുറച്ചൊരു 5 6 റോ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ കുറച്ച് റൗണ്ട് എന്ന് പറയുമ്പോൾ റൗണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 14 റൗണ്ട്. 14 റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ അല്ലാതെ ഓരോ എടുക്കുന്ന നൂലും ഇതും വ്യത്യാസമുണ്ട്. അപ്പോൾ 4 ഇഞ്ചിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു 14 സ്റ്റിച്ച് 4 ഇഞ്ചിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര റൗണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്യണ്ട. അപ്പോൾ എനിക്ക് 8 ഇഞ്ച് 9 ഇഞ്ചാണ് ഈ ഒരു അര തൊട്ടിട്ട്
ഇത് വരെയുള്ള ലെങ്ത്ത് പറഞ്ഞിട്ടുള്ളത് 4 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് അത് മതി, അതുകൊണ്ടാണ് 4 ഇഞ്ച് എടുത്തത്. 4-5 ഇഞ്ചായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇങ്ങനെ വലിയുന്നത് കൊണ്ട് നമ്മൾ 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 ഇഞ്ചും കൂടി ഇങ്ങോട്ടുള്ള സ്ട്രാപ്പ് വേണം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം ചെയിൻ 2 ചെയ്യാം, വർക്ക് ടേൺ ചെയ്യാം. നമുക്ക് 7 സ്റ്റിച്ചിൽ ഹാഫ് DC ചെയ്ത് കൊടുക്കാം. 2 3 4 5 6 7. ഞാനിവിടെ 7 ഇഞ്ചിൽ ഓരോ ഹാഫ് DC ചെയ്തിട്ടുണ്ട്. ഞാൻ 7 സ്റ്റിച്ചിലും ഓരോ ഹാഫ് DC ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 14 സ്റ്റിച്ചാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 7 സ്റ്റിച്ച് എടുത്തത്. നിങ്ങൾ 12 സ്റ്റിച്ചാണെങ്കിൽ അതിൻ്റെ പകുതി എത്രയാണോ ഇവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയാണ് നമ്മൾ ഈ സ്ട്രാപ്പിൻ്റെ 2 ഭാഗമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 7 എടുത്തു. ഇനി നമുക്ക് അടുത്ത സ്ട്രാപ്പ് എടുക്കാൻ ഇവിടെ 7 ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 14 എടുത്തതുകൊണ്ട് 7 ആക്കി. അപ്പോൾ നിങ്ങൾ 20 എടുക്കുന്നതെങ്കിൽ വലിയ സൈസൊക്കെ ആണെങ്കിൽ 20 എടുക്കേണ്ടി വരും. അപ്പോൾ 20 എടുക്കേണ്ടതെങ്കിൽ 10 ആക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നമ്മൾക്ക് ഇവിടെയും 7 സ്റ്റിച്ചസ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 7 സ്റ്റിച്ച് വീണ്ടും ചെയ്തു. വീണ്ടും ചെയിൻ 2 ചെയ്യുക, നമ്മൾ വർക്ക് ടേൺ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും 7 സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇനി ഈ ഒരു സ്റ്റെപ്പ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്ര മെഷർമെൻ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ ഈ ഒരു റൗണ്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതാക്കി കൊടുക്കുക. അപ്പോൾ സ്ട്രാപ്പ് ഇങ്ങനെ 2 ഭാഗത്തേക്ക് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ആയി പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗവും ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്തിനുള്ള ലെങ്ത്ത് കിട്ടുന്നവരെ നമുക്കിങ്ങനെ 7 ഹാഫ് DC ചെയ്യാം, ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യാം. വീണ്ടും നമുക്ക് 7 ഹാഫ് DC ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് ലെങ്ത്ത് എത്തുന്നവരെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ 7 സ്റ്റിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ട്. 10 ഇഞ്ചാണ് 5 ഇഞ്ചാണ് അവർ നമുക്ക് മെഷർമെൻറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ 5 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ 10 ഇഞ്ചിൽ ചെയ്യണം. ഇവിടെ ഒരു 11 ഇഞ്ചിൽ നമ്മൾ കുറച്ചൊരു ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് മെഷർമെൻറ്റ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ചെയിൻ 1 ചെയ്യാം. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം യാൺ പുറത്തേക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമുക്ക് ഈ ഒരു യാണിനെ ഫ്രണ്ടിലേക്കും അതുപോലെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കാം. നമുക്ക് ബാക്കിലേക്ക് ഏതെങ്കിലും ഒരു നോട്ട് ഇങ്ങനെ ലൂപ്പിലേക്ക് ഒരു നോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു സ്ട്രാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ട്രാപ്പ് ചെയ്യാനായിട്ട് ഇവിടെയാണ് നമ്മളെ ഒരു സ്റ്റിച്ച് ഉള്ളത്. ഇവിടുന്ന് നമുക്ക് ഇത് ലാസ്റ്റ് സ്റ്റിച്ച് ഇവിടുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കുക. എന്നിട്ട് നമുക്ക് 2 ചെയിൻ ചെയ്യാം. 1 2 ഈ ഒരു ടൈലിൻ്റെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് പിടിക്കുക കേട്ടോ. അതിന് ശേഷം എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ ഹാഫ് DC ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിലും നമുക്ക് 7 ഹാഫ് DC എന്നാണ് കിട്ടുക.
ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്യുക. 7 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ലാസ്റ്റ് എൻഡ് എത്തുമ്പോൾ നമുക്ക് 7ാമത്തെ സ്റ്റിച്ചും കിട്ടും. ഈ അധികമുള്ള ടൈലൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം കേട്ടോ. ഇവിടെ കുറച്ച് ടൈലൻ്റ് അധികം ഉണ്ട്, അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്യാം. ഇനി വീണ്ടും ചെയിൻ 2 ചെയ്യുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വർക്ക് ടേൺ ചെയ്യാം. ഇനി അടുത്ത 7 സ്റ്റിച്ചിലും ഓരോ അടുത്ത 6 സ്റ്റിച്ചിൽ ചെയിൻ 2 നമ്മളൊരു സ്റ്റിച്ചായിട്ട് കൗണ്ട് ചെയ്യും. അടുത്ത 6 സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള പാറ്റേൺ ചെയ്യാം. ടോട്ടൽ നമുക്ക് 7 ഹാഫ് ഡി സി കിട്ടും. ഇനി റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 7 ഹാഫ് ഡി സി കിട്ടും. വീണ്ടും നമ്മൾ ചെയിൻ 2 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. ഓരോ ഹാഫ് ഡി സി എന്ന് പറഞ്ഞ പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നേരത്തെ ചെയ്ത അത്രയും ലെങ്ത് എത്തുന്ന വരെ നമുക്ക് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഈ ഒരു ലെങ്ത് എത്തുന്ന വരെ നമുക്ക് ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 സ്ട്രാപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ 2 ബട്ടൺസ് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ 2 ഭാഗത്ത് 2 ബട്ടൺസ് തുന്നി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഇങ്ങനെ നമുക്ക് ഈ സ്ട്രാപ്പ് ഇട്ട് കൊടുക്കുക. ഈ സ്ട്രാപ്പ് ബട്ടൺ ഇവിടെ വെക്കുന്നതുകൊണ്ട് നമുക്ക് സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാൻ പറ്റും. ഇനി ലെങ്ത്ത് കൂടുതലാണെങ്കിൽ ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ഒരു ഹോൾസ് ഉണ്ടാവും, ഗ്യാപ്പുള്ളിലേക്ക് നമുക്ക് ഈ ബട്ടൺ ആക്കി കൊടുക്കാം കേട്ടോ. അതുപോലെ ഈ 2 ബട്ടൺസ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം.